2018 140 മോസ്റ്റ് വെറൈറ്റീസിന്റെ ഏഷ്യൻ റെക്കോർഡ് ലഭിക്കുകയുണ്ടായി. 2022 293 മോസ്റ്റ് വെറൈറ്റീസിന്റെ വേൾഡ് റെക്കോർഡും ഏറ്റവും നല്ല പ്ലാവ് കർഷകനുള്ള അവാർഡും എനിക്ക് ലഭിക്കുകയുണ്ടായി. ഇപ്പൊ ഏകദേശം ഒരു 400 വെറൈറ്റിയുടെ താഴെ കാണും. എൻ്റെ ചാച്ചന് നല്ല ചക്കപ്പഴം തിന്നാല് അതിൻ്റെ കുരു കൊണ്ട് ഈ നട്ടിട്ടേ വീട്ടിലോട്ട് കയറി വരുള്ളൂ. ജാക്ക് ഫ്രൂട്ട് എ സ്റ്റേബിൾ ഫുഡ് ആ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ റൈസ്. ഞാൻ SLC വരെ പഠിച്ചിട്ടുള്ളൂ. ചോറിന് പകരമുള്ള ഒരു ഭക്ഷണമാണ് ചക്കയെന്നും തിരിച്ചറിഞ്ഞു. ഇതിൻ്റെ നേട്ടങ്ങളെ പറ്റി എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ 5.25 ഏക്കർ സ്ഥലത്തെ മുഴുവൻ റബ്ബറും മാറ്റിയിട്ട് കംപ്ലീറ്റ് പ്ലാവ് നട്ടു. ചെറിയ പുളപ്പുള്ളതെല്ലാം കൂഴ കറക്റ്റ് സെൻറ്ററിൽ കൂടെ പൊട്ടി രണ്ടും തുല്യമായിട്ട് വരുന്നത് വരിക്കുക. കൂഴിച്ചക്കകത്ത് നീ വരിക്കക്കുരു കിട്ടിയാലും അത് വരിക്കാവും. അതൊക്കെ പഴയ കാരണന്മാർക്കൊക്കെ അറിയാം. 1 ഇഞ്ച് മേൽമണ്ണ് ഉണ്ടാക്കാൻ 1000 വർഷം വേണം. രാസവളം വിട്ടാൽ മണ്ണരി ചത്തുപോകും. കർഷകന്റെ ബന്ധുന്നാ മണ്ണരിയെ പറ്റി നമ്മൾ പഠിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടോ ഈ മണ്ണിന്റെ പ്രത്യേകത ഇത് ഞാഞ്ഞൂൽ കുരുപ്പിയാണ്. ഓരോ ദിവസവും സ്പ്രിംഗ് ആകൃതിയിൽ ഓരോ ഞാഞ്ഞൂക്കുരിപ്പ് കരക്കി വെക്കും. രാസവളം ഇടാതിരുന്നാൽ കണ്ടോ ഗുളിക പോലെ ഈ കിടക്കുന്ന സാധനങ്ങൾ. ഈ പറമ്പിൽ എവിടെ ചെന്നാലും ഇങ്ങനെയാണ്. സാധാരണ രാസവളം ഇടുന്ന പറമ്പിൽ ഈ സാധനം കിട്ടത്തില്ല. നാരുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറ് ശുദ്ധമാകും. ഉദരം ശുദ്ധമെങ്കിൽ ഉടല് ശുദ്ധമെന്ന. മനസ്സിൽ ചക്കര മധുരിക്കേല തിന്നണം. ചോറ് തിന്നാതെ ചക്ക തിന്നാൽ പ്രഷർ പ്രമേഹത്തിന് മരുന്നിന്റെ ആവശ്യമില്ല. ഇത്രയും പൊങ്ങി നിൽക്കണം. വെള്ളം ചോട്ടി നിന്നാൽ വേര് ചീഞ്ഞിട്ട് പ്ലാവ് മറിഞ്ഞു പോകും. 1000 പ്ലാവ് വരെ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ വെറൈറ്റിയും സംരക്ഷിക്കുക, ഒരു ജീൻ ബാങ്ക് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. മുൻ കൃഷിമന്ത്രി സുനിൽകുമാർ സാറ് അദ്ദേഹത്തിന് ഞാൻ ചക്കപ്പഴം ഉണക്കി ഇവിടെ വന്നപ്പോൾ കൊടുത്തപ്പം അങ്ങേര് അന്ന് തന്നെ എനിക്കൊരു ഡ്രയർ ഓഫർ ചെയ്തു. ആ ഡ്രയറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എൻ്റെ പേര് VA തോമസ്. വീട്ടുപേര് കട്ടക്കയം. സ്ഥലത്തിൻ്റെ പേര് ചക്കാമ്പുഴ. ചക്കയുടെ പുഴയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഇതിന് ഇട്ടിരിക്കുന്ന ഈ ഫാമിന് ഇട്ടിരിക്കുന്ന പേര് ജാക്ക് ഫ്രൂട്ട് പാരഡൈസ് ഫാം ചക്കാമ്പുഴ എന്നാണ്. ഞാൻ 1974 RRI 105 റബ്ബർ നട്ടുപിടിപ്പിച്ചു. അതിൽ നല്ല ആദായം കിട്ടിയ ആളാണ് ഞാൻ. റബ്ബർ നിൽക്കുകയാണെങ്കിൽ ഇപ്പം വെട്ടാൻ പോലും ബുദ്ധിമുട്ടാണ്. വെട്ടി പാലെടുത്ത് ഉറയൊഴിച്ച് ഷീറ്റ് അടിച്ച് വരുമ്പോൾ അതിൽ നിന്ന് കിട്ടപ്പോരൊന്നും ഇപ്പം നിലവില്ലെന്നുള്ള സ്ഥിതിയായി. അപ്പം ഞാൻ ഈച്ചയുള്ള ചക്കകൾ തിന്ന് അതിൻ്റെ ഗുണമേന്മയെ പറ്റി മനസ്സിലാക്കിയത് കൊണ്ടാണ് കേരളത്തിന്റെ തെക്ക് മുതൽ വടക്ക് വരെ യാത്ര ചെയ്ത് ചക്ക പറിച്ച് ഇവിടെ കൊണ്ടുവന്ന് വേവിച്ചും പഴുപ്പിച്ചും നോക്കിയിട്ട് അതിലെ മോസ്റ്റ് വെറൈറ്റീസിന്റെ കമ്പെടുത്ത് ബഡ് ചെയ്ത് 114 വെറൈറ്റി പ്ലാവുകൾ ഒരുമിച്ച് നട്ടതാണ് ഈ കാണുന്ന തോട്ടം. ആദ്യം നട്ടു. അത് കഴിഞ്ഞ് ഇതിന്റെ നേട്ടങ്ങളെ പറ്റി എനിക്ക് അനുഭവം കൊണ്ട് മനസ്സിലായി കഴിഞ്ഞപ്പോൾ 5.25 ഏക്കർ സ്ഥലത്തെ മുഴുവൻ റബ്ബറും മാറ്റിയിട്ട് കംപ്ലീറ്റ് പ്ലാവ് നട്ടു. ചോറിന് പകരമുള്ള ഒരു ഭക്ഷണമാണ് ചക്കയെന്നും തിരിച്ചറിഞ്ഞു. പ്രഷർ പ്രമേഹം തുടങ്ങിയ രോഗങ്ങളൊന്നും ഉണ്ടാകുകയില്ല. അതിനെ അതിജീവിക്കാനുള്ള കഴിവുണ്ട് ചക്ക തിന്നാൽ. ചോറ് തിന്നാതെ ചക്ക തിന്നാൽ പ്രഷർ പ്രമേഹത്തിന് മരുന്നിന്റെ ആവശ്യമില്ല. തോമസേട്ടാ, അപ്പൊ നമസ്കാരം. തോമസേട്ടൻ എത്ര നാളായിരുന്നു ഇവിടെ പ്ലാവ് കൃഷി തുടങ്ങിയിട്ട്? ഇപ്പം എത്ര നാളായത് ഇവിടെ? ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ വലിയ പ്ലാവുകൾ നട്ടുപിടിപ്പിച്ച് എൻ്റെ ചാച്ചനെ നട്ടുപിടിപ്പിച്ചിട്ട് അതിൻ്റെ വട്ടത്തിൽ അലകുമൊക്കെ കുത്തി കന്നുകയിലൊന്നും കയറാതെ സംരക്ഷിച്ച രീതി കണ്ടിട്ടുണ്ട്. ആ പ്ലാവുകളൊക്കെ ഇപ്പം നിലവിലുണ്ട് കുറേ. അതിന് പുറമെ ഞാൻ തോട്ടമായിട്ട് വെച്ചത് 2016 നവംബറിലാണ് ഈ പ്ലാവും തോട്ടം നട്ടത്. ഈ പ്ലാവും തോട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ നാടൻ പ്ലാവായിരുന്നു അന്നത്, വിദേശ പ്ലാവുകളായിരുന്നു നമ്മൾ അന്ന് കൊണ്ടുവന്നത്. പ്ലാവിന്റെ ചക്ക ഇവിടെ കൊണ്ടുവന്ന് തിന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട വെറൈറ്റികൾ അതിന്റെ കമ്പ് കൊണ്ടുവന്ന് ബഡ് ചെയ്ത ബഡ് തൈകളാണ് ഈ നട്ടതെല്ലാം. അതിൽ ചിലതൊക്കെ ഈ നിൽക്കുന്ന പ്ലാവ് എന്ന് പറയുന്നത് ഓൾ സീസണാണ്, എപ്പോഴും ചക്ക കിട്ടുന്ന ഒരു പ്ലാവാണ്. മറ്റേ ചക്ക കിടപ്പുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പല സ്പെഷ്യൽ വെറൈറ്റികളാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ ലാഭം വരത്തക്ക രീതിയിലാണ് അവളിപ്പോ ചെയ്തു. ഈ ചക്കളൊക്കെ ചേട്ടൻ എങ്ങനെ ഇത് കണ്ടെത്തിയ ചേട്ടൻ? എന്റെ വീഡിയോ ഒക്കെ 10-50 ലക്ഷം പേര് കണ്ട വീഡിയോകളുണ്ട്. ഇത് കണ്ടിട്ട് ആൾക്കാർ എന്നെ വിളിക്കും. ഇപ്പൊ തന്നെ ഒരു പ്ലാവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതൊരു 25-30 കിലോയുടെ മുകളിൽ തൂക്കമുള്ള ചക്കയാ. 80 ചക്കയുള്ള പ്ലാവേല് തേം മരിക്കുകയാണ്. എത്രയും വിശേഷപ്പെട്ട ചക്ക ജീവിതത്തിൽ തിന്നിട്ടില്ലെന്നും പറഞ്ഞ് അതിന്റെ കമ്പെടുത്ത് ബഡ് ചെയ്യണമെന്നും പറഞ്ഞ് എന്നോട് ആൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഓരോരുത്തർ പറയുമ്പോൾ ഞാൻ പോയി ആദ്യം ചക്ക തിന്നും.
അവർ പറഞ്ഞ് ശരിയാണെന്ന് ഉറപ്പ് വരുത്തും. ഓഹോ. അത് കഴിഞ്ഞിട്ട് അതിന്റെ കമ്പ് കൊണ്ടുവന്ന് ബഡ് ചെയ്ത് തൈ ഉണ്ടാക്കും. ആ. ആ വെറൈറ്റി നമ്മുടെ ഇവിടെ നടും. പണ്ട് കാലത്ത് വരിക്കച്ചക്കക്കുരു തിരിച്ചറിയാൻ ഒരു വിദ്യയുണ്ട്. പണ്ട് കാലത്ത് ഇപ്പോഴും ഉണ്ട്. ആ. ആ വരിക്കച്ചക്കക്കുരു എടുത്ത് നട്ട് കഴിഞ്ഞാൽ വരിക്കപ്പിലാവും. വരിക്കപ്ലാവ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ. അപ്പൊ കുരുവിന് ഒരു പ്രത്യേകതയാ. ചക്കക്കുരുവിന് ഒരു ചെറിയ പൊളപ്പല്ലേ? ഉണ്ട്. ആ ചെറിയ പൊളപ്പുള്ളതെല്ലാം കൂഴ. ഓഹോ. അതില്ലാതെ ആ. കറക്റ്റ് സെന്ററിൽ കൂടെ പൊട്ടി രണ്ടും തുല്യമായിട്ട് വരുന്നത് വരിക്ക. അപ്പൊ അത് നോക്കിയാണ് പണ്ട് കാലത്ത് നമ്മൾ നട്ടോണ്ടിരുന്നത്. നമ്മൾ വരിക്കയ്ക്ക് വേണ്ടി നടന്നത് അങ്ങനെ. വരിക്ക് വേണ്ടി നടുന്നത് അങ്ങനെ. കൂഴയ്ക്ക് വേണ്ടി അല്ലാത്തത് നടാം. അന്നേരം അങ്ങനെ നടുമ്പോൾ നമുക്ക് ആ പ്ലാവിന്റെ അതേ ഗുണം തന്നെ നമുക്ക് കിട്ടുമായിരുന്നു. വൃക്ഷത്തിന്റെ ഗുണം തന്നെ കിട്ടും. പണ്ട് അങ്ങനെയാ ചെയ്യുന്നത്. ഇപ്പോഴത്തെ അപ്പൊ വ്യത്യാസം വന്ന രീതി അതെങ്ങനെയാ? അല്ല, അപ്പൊ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഏതാനും കുരുവല്ലേ കിട്ടുള്ളൂ. അതേ ഉള്ളൂ. അധികം കിട്ടുകയില്ല. ഇല്ല. ചിലതിനകത്ത് കൂടുതൽ കിട്ടിയേക്കാം. കൂഴിച്ചക്കകത്ത് ഈ വരിക്കക്കുരു കിട്ടിയാലും അത് വരിക്കാവും. ഓഹോ. അതൊക്കെ പഴയ കാരണന്മാർക്കൊക്കെ അറിയാം. അന്ന് അങ്ങനെയാ ചെയ്തിരുന്നത്. അപ്പൊ നമുക്കൊരു പുതിയ വെറൈറ്റി, ഓരോരോ പുതിയ ജീനുകൾ അന്ന് നിലനിർത്തിയിരുന്നു. ഉണ്ടായിരുന്നു. ഈ പല പല പേരുകളിലെ മുണ്ടൻ ചക്ക, ചക്ക ഉരുണ്ട ആണെങ്കിൽ മുണ്ടച്ചക്ക എന്ന് പേര് കൊടുക്കും. നീളമുള്ളതിന് വാളിച്ചക്ക പേര് കൊടുക്കും. നീളമുള്ളതെന്ന് പറഞ്ഞാൽ എന്റെ ഈ ഒപ്പം ഒക്കെ നീളമുള്ള ചക്കകളുണ്ടായിരുന്നു. അതൊക്കെ പണിക്കാർ കൂടുതലുള്ള സമയത്ത് പറിക്കും. അത് ശരി. കാരണം വെട്ടിപ്പറിക്കാൻ ഒരു ചക്ക വെട്ടിയാൽ മതി. എത്ര വേണമെങ്കിലും. ഇപ്പൊ നമ്മള് കൂടുതലായിട്ടും ചെയ്യുന്ന ബഡ്ഡിങ് രീതിയാണോ? ബഡ്ഡിങ്ങാ. ചേട്ടൻ എന്താ ഈ പ്ലാവിനോട് ഇത്ര ഇഷ്ടം തോന്നാനുള്ള കാരണം? അത് എന്റെ ചാച്ചന് നല്ല ചക്കപ്പഴം തിന്നാല് അതിന്റെ കുരു കൊണ്ട് ഈ നട്ടിട്ടേ വീട്ടിലോട്ട് കയറി വരുള്ളൂ. ആ നട്ടാൽ അവിടെ കൊണ്ട് പണി തീർത്തില്ല. അത് മുളച്ചു വരുന്നതിന് മുൻപായിട്ട് അതിന്റെ വട്ടത്തിൽ അലക് കുത്തും. അലക് കുത്തിയിട്ട് പുല്ലാന്തി കൊണ്ടോ ഈറ്റ കൊണ്ടോ വട്ടം മെടയും. വല്ലമൊക്കെ മെടയുന്ന പോലെ മെടയും. അപ്പൊ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ചെറുപ്പത്തിലൊക്കെ നാട്ടിലൊക്കെ കന്നുകാലി അഴിച്ചുവിടുന്ന കാലം. ഈ പഞ്ചായത്തൊക്കെ വരുന്നതിന് മുമ്പ് കന്നുകാലി അഴിച്ചുവിടും. അപ്പൊ നാട്ടുകാരുടെ കന്നുകാലിയൊക്കെ വന്ന് നമ്മുടെയൊക്കെ പറമ്പിൽ വരും. എല്ലാവരുടെയും പറമ്പില്. അപ്പൊ ഇതിന് മാത്രം എന്റെ ചാച്ചൻ ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തത് ഞാൻ കാണുന്നുണ്ട്. വേറെ ഒന്നിനും ഇല്ല. അപ്പൊ കന്നുകാലി വന്നാൽ ഇതിന്റെ പുറത്ത് നിന്ന് പോകാനല്ലാതെ തിന്നാൻ പറ്റിയല്ല. അപ്പൊ 2 കൊല്ലം ഇതിനകത്ത് നിന്ന് കഴിയുമ്പോഴത്തേനും കന്നുകാലിക്കേട് തീർന്നവൻ കയറി പോകും. അപ്പൊ അങ്ങനെ ടേസ്റ്റ് കൂടിയ വെറൈറ്റികളെ വളരെ കൂടുതലായിട്ട് എന്റെ ചാച്ചൻ ഇഷ്ടപ്പെടുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്തത് ഞാൻ കണ്ടു. അപ്പൊ അതിന്റെ ഗുണം തിന്ന് അനുഭവിച്ച ആളാ ഞാൻ. അപ്പൊ എനിക്കും അത് വീണ്ടും നിലനിർത്തി കൊണ്ടുപോകുന്നൊരു ആഗ്രഹം. എന്റെ ചാച്ചൻ നട്ടവിലാവ് ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയാണ് ഇതുപോലെ ഇത്ര എണ്ണം പ്ലാവ് നമുക്ക് ഇവിടെ കയറ്റാനുള്ള. അതെ. നമ്മളിപ്പം ഇതിന്റെ അകത്ത് എത്ര എണ്ണം പ്ലാവ് വെച്ചിട്ടുണ്ട് ചേട്ടാ? എനിക്ക് 2022 293 മോസ്റ്റ് വെറൈറ്റീസിന്റെ വേൾഡ് റെക്കോർഡ് കിട്ടിയതാണ്. അതിനുശേഷം ഇപ്പോഴും വെറൈറ്റികൾ പുതിയത് വരുന്നുണ്ട്. അപ്പൊ ആ വരുന്ന വെറൈറ്റികൾ ഇപ്പൊ ഏകദേശം ഒരു 400 വെറൈറ്റിയുടെ താഴെ കാണും. 400 വെറൈറ്റി താഴെ നമ്മളിവിടെ ഉണ്ട്. അപ്പൊ അതിന്റെ അടുത്ത് നമുക്ക് അതിന്റെ തൈകളും കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഞാനിപ്പോൾ ഏറ്റവും ടോപ്പ് വെറൈറ്റികളാണ് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊണ്ടുപോയിട്ടൊരു വ്യവസായം നടത്തിയാൽ അവർക്കത് ലാഭകരമായിട്ട് നിൽക്കണം. അതിലിപ്പോൾ ഒരു പ്രാധാന്യം കണ്ടത് കളറിനൊരു പ്രാധാന്യമുണ്ട്. ചുമന്ന കളറുള്ള ചക്കയ്ക്ക് ഡിമാൻഡ് കൂടുതലാണ്. പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഡ്രയറിലൊക്കെ ഉണക്കി കഴിയുമ്പോൾ നല്ല കളറായതുകൊണ്ട് അതിന് നല്ല ഡിമാൻഡാ. പിന്നെ തന്നെയല്ല അതിന്റെ ഒപ്പം ടേസ്റ്റോട് വേണം. അപ്പൊ ഒരു അട്രാക്ഷൻ ഉള്ള ഒരു സാധനം ഫുഡ് ആൾക്കാർ വാങ്ങിക്കല്ലേ എന്ന് പറഞ്ഞ പോലെ. നമ്മൾ ഈ പ്ലാവ് നമ്മളിങ്ങനെ തോട്ടമായിട്ട് നമ്മൾ വെക്കുമ്പോഴേ ഒരു വരുമാന മാർഗം എന്നുള്ള രീതിയിൽ വെക്കുമ്പോൾ നമുക്ക് അതിന്റെ ഇറിഗേഷൻ രീതി അങ്ങനെ വെള്ളം കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? നമുക്ക് വെള്ളം കൊടുത്താൽ എന്നാന്ന് വെച്ചാൽ മണ്ണിൽ വെള്ളമില്ലാത്ത സമയത്തും ചക്ക കിട്ടും. പിന്നെ നമ്മൾ ഇതിന്റെ ഇലയിൽ വെള്ളം വീണാല് ഈ ഇലയിൽ നിന്ന് തടിയെ കൂടെ ഒഴുകി തായ്തടിയെ കൂടെ ഒഴുകുമ്പോൾ അവിടുത്തെ കോശങ്ങൾ സോഫ്റ്റ് ആകും. അപ്പൊ അവിടെ ചക്ക ഉണ്ടാവും. അതാണ് ഈ മഞ്ഞുകാലത്ത് ചക്ക കൂടുതൽ ഉണ്ടാകാൻ കാരണം. മഞ്ഞ് വെള്ളം കൊണ്ട് പ്ലാവിന്റെ ഇല നനഞ്ഞു കഴിഞ്ഞിട്ട് ആ ഇലയിൽ നിന്ന് ഒഴുകി കുഞ്ഞേരത്തെ കൂടെ ഒഴുകി തായ്തടിയെ കൂടെ ഒഴുകി കഴിയുമ്പോൾ ഈ വെള്ളം ഒഴുകിയ ഭാഗത്ത് കുളിച്ച കൈനഖം വെട്ടാൻ എളുപ്പമില്ലേ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുളകള് പൊട്ടാൻ വേണ്ടി സഹായിക്കും. അതുകൊണ്ട് മഞ്ഞുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ചക്ക കിട്ടും. അപ്പൊ നമുക്ക് ഈ ഡ്രിപ്പിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ഈ തോട്ടങ്ങളിലൊക്കെ സ്പ്രിംഗ്ലർ വെക്കുന്നതാണോ കുറച്ചും കൂടെ? സ്പ്രിംഗ്ലർ ആകുമ്പോൾ നമുക്ക് പണി എളുപ്പമല്ലേ. നമ്മൾ ടാപ്പ് തിരിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ മഴ പെയ്ത പോലെ അങ്ങ് നനയ്ക്കല്ലേ, അവിടെ മുഴുവൻ നനയുക. പണി എളുപ്പമുണ്ട്. ഇതുകൊണ്ടോ ഈ മണ്ണിന്റെ പ്രത്യേകത, ഇത് ഞാഞ്ഞൂൽ കുരുപ്പിയാണ്. ഓരോ ദിവസവും സ്പ്രിംഗ് ആകൃതിയിൽ ഈ പള്ളയൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ കീഴെ ചുറ്റോട് ചുറ്റും ഇത് കണ്ടോ. എല്ലാ ദിവസവും ഓരോ ഞാഞ്ഞൂക്കുരുപ്പ് കരക്കി വെക്കും. സ്പ്രിംഗ് ആകൃതിയിലാണ് കൊണ്ടുവന്ന് ഇത് കരക്കി വെക്കുന്നത്. അപ്പൊ മഴ പെയ്യുമ്പോൾ വെള്ളം പയ്യെ ഭൂമിയിലോട്ട് ഇറങ്ങും. ഇതാണ് ഈ മണ്ണിന്റെ പ്രത്യേകത.
ഈ രാസവളം ഇടാതിരുന്നാൽ കണ്ടോ ഗുളിക പോലെ ഈ കിടക്കുന്ന സാധനങ്ങൾ ഈ പറമ്പിൽ എവിടെ ചെന്നാലും ഇങ്ങനെയാണ്. ഈ സാധനം സാധാരണ രാസവളം ഇടുന്ന പറമ്പിൽ ഈ സാധനം കിട്ടത്തില്ല. ഇതാണ് നമ്മുടെ മണ്ണിന്റെ ഫലഭൂഷ്ടി ഏറ്റവും കൂടുതൽ എവിടെ നോക്കിയാലും ഇതുണ്ട്. രാസവളം ഇട്ടാൽ ഈ സാധനം ചത്തുപോകും. മണ്ണര കർഷകന്റെ ബന്ധു എന്നാ മണ്ണരയെ പറ്റി നമ്മൾ പഠിച്ചിരിക്കുന്നത്. കർഷകന് വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന ഒരു ജീവിയാ. ഇങ്ങനെയുള്ള സൂക്ഷ്മജീവികൾ ഒത്തിരി ഉണ്ട്. അതിനെയെല്ലാം നമ്മൾ കൊല്ലേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഈ വേപ്പം പിണ്ണാക്കും അതും ഇതൊക്കെ ഇട്ട് നമ്മൾ ജീവികളെ കൊല്ലുന്നത്. അതുപോലെ ചേട്ടനെ ഇപ്പൊ ഈ തോട്ടത്തിലേക്ക് ഈ പള്ള കയറിയാൽ വിഷം അടിച്ച് വെള്ളം കരിക്കുന്ന പരിപാടി ഇല്ലില്ല. അയ്യോ വിഷം വെള്ളം അടിക്കല. വളം വെട്ടി ഞാൻ ഇതുപോലെ ചോട്ടിലിടുമ്പോ അതൊരു വളമായി തണുപ്പായി ഇപ്പൊ കാണിച്ച അതിനായി എക്സാമ്പിൾ കാണിച്ചു. ഇത്രയും സ്ഥലത്ത് ഇത് മണ്ണര തന്നെയല്ലേ. ഈർപ്പം പിടിച്ചു നിർത്താനും സസ്യങ്ങൾക്ക് വളരാനും ഏറ്റവും നല്ലതാണ്. ചാണകത്തെ കഴിഞ്ഞ് നല്ല വളമാണ് ഈ ഞാഞ്ഞക്കുരുപ്പ് ഇതിന്റെ അകത്ത് ഉണ്ടാകാൻ പ്രധാന കാരണം എന്താ? നമ്മള് രാസവളം ഒന്നും ഉപയോഗിക്കില്ല. ഈ പറഞ്ഞ രാസവളം ഒന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. എല്ലാം ജൈവമായിട്ട് മാത്രമേ മാത്രമേ ഉള്ളൂ. ആടിന്റെയോ പശുവിന്റെ എരുമയുടെ ചാണകം ഇടാം. പിന്നെ പുല്ല് പറിച്ച് ഇതുപോലെ ഇട്ടാൽ മതി. വട്ടത്തിൽ ഇങ്ങനെ നമ്മൾ ഇടുക. പിന്നെ പറമ്പ് JCBക്ക് താത്തി ആഴത്തി കിളയ്ക്കരുത്. 1 ഇഞ്ച് മേൽമണ്ണ് ഉണ്ടാക്കാൻ 1000 വർഷം വേണം. കോടിക്കണക്കിന് വർഷം കൊണ്ട് രൂപപ്പെട്ട മേൽമണ്ണ. ഇതിനകത്ത് ഇല്ലാത്തതൊന്നുമില്ല. അപ്പൊ JCB ഇട്ട് കിളയ്ക്കാനേ പാടില്ലെന്നാണ് പറയുന്നത്. കിളയ്ക്കുന്നതിന് കുഴപ്പമില്ല. അതിന് പല്ലിന് ചൊറിഞ്ഞേ കളിക്കാവൂ. ചെറുതായിട്ടൊന്ന് ഒരു അരയടി മാത്രം അത് തന്നെ മതിയെ പോകാം. അതെ അതിൽ കൂടുതൽ മാന്തരുത്. പണ്ട് ഇഞ്ചി എടുക്കുകയാണെങ്കിൽ ഒരു തൂമ്പ മണ്ണല്ലേ പൊട്ടിക്കുന്നത്. അതിനകത്ത് ചാണകവും ചാരവും ചവറും ഇട്ട് കഴിയുമ്പോഴത്തേനും മണ്ണിന് നല്ല വളം പിടിച്ചു. ആ കാലായി കപ്പ ഇട്ടാൽ ഭയങ്കരമായിട്ട് വിളവ് കിട്ടും. അപ്പൊ അത്രയും മണ്ണ് മാത്രമേ നമ്മൾ പൊട്ടിക്കാവുള്ളൂ. വർഷത്തിൽ എത്ര വർഷം ചേട്ടൻ ചെയ്യുന്നുണ്ട്, ജൈവവളം ചെയ്യുന്നുണ്ട്? മഴയുള്ള സമയത്ത് എനിക്ക് തോന്നിയാൽ ഇപ്പം പൈസ മുടക്കൊന്നും അധികം എടുത്തില്ല. പുല്ല് വെട്ടിയിടുക മെയിൻ ആയിട്ട്. ചാണകം വളരെ കുറച്ചായിട്ട് ഇവിടുന്ന്. ചാണകം എങ്ങനെയൊക്കെ പുളിപ്പിച്ച കലക്കി ഒഴിക്കാറാണ്? പുളിപ്പിക്കല ഇല്ല, അത് പിടി കലക്കി ഒഴിക്കും. പ്രധാനമായിട്ട് നമ്മൾ ഇത്തേന്ന് ഒരു 1.5 അടി വട്ടത്തിൽ മാറ്റിയാണല്ലോ നമ്മൾ എന്താന്ന് ചോദിച്ചാൽ ഇത്തേന്ന് ഫംഗസ് ബാധിക്കും ചുവട്ടെ മുട്ടിച്ചിട്ടാൽ. തടിയലോ? അതുകൊണ്ടാണ് ഈ ചുവട്ടയിൽ മാറ്റിയിടണം എന്ന് പറയുന്നതിന്റെ കാര്യം. ഇതിന്റെ ഇല വളർന്നിടത്തോളം ദൂരത്തിൽ വേരുണ്ട് ഏത് സസ്യത്തിനും. അതാണ് അതിന്റെ ശാസ്ത്രീയമായ കണക്ക്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അകലത്തിൽ ഇട്ടാൽ മതി. അപ്പൊ ഇല എന്തായാലും ഇപ്പൊ ഈ അകലത്ത് ഇല ഉണ്ടെങ്കിൽ അടിയിൽ നിന്നുള്ള പേര് ഈ അകലത്തിന് വരുന്നുണ്ട്. അപ്പൊ ആ അകലത്തിൽ നമുക്ക് ഇതിന് വളം ഇട്ട് കൊടുക്കാൻ പറ്റും. അത് തന്നെയല്ലേ പിന്നീട് ഇത് വില കൂടുതൽ വളരും തോറും അകലം കൂട്ടിയിട്ട് കൊടുക്കേണ്ടത്. പെട്ടെന്ന് വളം വലിക്കാൻ വേണ്ടി ചോട്ടോട്ട് ഇടണ്ട. അല്ല, കാരണം എന്താ വെച്ചാൽ അപ്പൊ ഇതിന് ഇത് വേര് തേടി പോവുകയല്ലേ വളം സ്വീകരിക്കാൻ. ആ പോകാനുള്ള ടെൻഡൻസി അവിടെ വല്ലതും കിട്ടാനുണ്ടെങ്കിൽ അങ്ങോട്ട് തന്നെ കൂടുതൽ സ്പീഡിൽ വളരും. നമ്മൾ ഈ പ്ലാവ് വെക്കുമ്പോഴേ അത് ഏകദേശം എത്ര അടി അകലത്തിലും വീതിയിലാന്ന് പറയാം ഒരു തോട്ടം വെക്കുമ്പോ? സിന്ദൂരം പോലെയുള്ള പ്ലാവുകള് ഏറ്റവും കുറഞ്ഞത് 25 അടി അകലം വേണം. ഇതിന് സൂര്യപ്രകാശം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. സസ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് ഭക്ഷണം പാകം ചെയ്യണ സൂര്യപ്രകാശം കിട്ടണം. സസ്യങ്ങളുടെ ഇലയാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. സൂര്യപ്രകാശം ഇല്ലാത്തടത്ത് നിൽക്കുന്ന പ്ലാവിന്റെ ഭക്ഷണത്തിന്റെ പ്രോസസ്സിങ് ശരിയാകുന്നില്ല. അതുകൊണ്ട് വെളിച്ചം വേണം, പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അതിൻ്റെതായ നിശ്ചിത അകലത്തിൽ നിൽക്കുകയാണെങ്കിൽ പ്ലാവിന് വളരാനും സൗകര്യമുണ്ട്, ചക്കയും കൂടുതൽ കിട്ടും, എല്ലാ തരത്തിലും നല്ലതാണ്. അപ്പൊ ഏകദേശം എന്താ അകലം വേണം നമുക്ക്? ഒരു 25 അടി അകലം ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഈ വിയറ്റ്നാം എയർലിക്ക് അത് വേണം? വിയറ്റ്നാം എയർലിക്ക് അത് വേണ്ട. എന്നാന്ന് വെച്ചാൽ വിയറ്റ്നാം എയർലി നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റി സാധനങ്ങൾക്ക് നമുക്ക് ടീനുടി തെങ്ങ് പെട്ടെന്ന് കായ്ക്കും, നല്ലൊരു ആദായം തരും, പെട്ടെന്ന് പോവുകയും ചെയ്യും. ആ സ്ഥാനത്ത് നാടൻ തെങ്ങ് 100 കൊല്ലം വരെ നിൽക്കും. 100 കൊല്ലം ആയാലും തേങ്ങായ്ക്ക് കുറവുമില്ല. കാരണം അതിന്റെ കോശങ്ങൾക്ക് കടുപ്പമുണ്ട്. ചെള്ളി ചെന്ന് കുത്തിയല. ചെള്ളി കുത്തിയാൽ അതിന്റെ കോശങ്ങളെ ചെള്ളിന് തകർക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് ആ പഴയ നാടൻ തെങ്ങുകൾ ഇപ്പോഴും പറമ്പിൽ നിൽക്കുന്നതിന് കാരണം ഹൈബ്രിഡ് വെറൈറ്റികൾക്കേ കോശങ്ങൾക്ക് കടുപ്പക്കുറവാണ്. അപ്പൊ ഈ ചെള്ളിന് കുത്താനും നശിപ്പിക്കാനും പറ്റും. അപ്പൊ അതാണ് ഈ വിയറ്റ്നാം എയർലി പോലെയുള്ള വെറൈറ്റികൾ നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്കൂടെ വേറെ നടണമെന്ന് ഞാൻ പറയുന്നു. ഇത് കണ്ടോ, ഇടയ്ക്കൂടെ ഞാൻ നട്ടിരിക്കുന്നുണ്ടോ? വേറെ നട്ടിട്ടുണ്ട്. കണ്ടോ, ഇത് കണ്ടോ? ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർ അല്ലെ ഒത്തിരി സ്ഥലം ഒരു 10-20 സെന്റിലൊക്കെ താമസിക്കുന്നവര് ചെറിയ ഡ്രമ്മിലൊക്കെ കൊണ്ടുപോയി പ്ലാവ് വെക്കുന്നുണ്ട്. അപ്പം അവരെങ്ങനെ എന്താ ശ്രദ്ധിക്കാറ്? അവർക്ക് അതിന് വിയറ്റ്നാം എയർലി എന്ന് പറയുന്ന വെറൈറ്റി മാത്രമേ പറ്റത്തുള്ളൂ. കാരണം ഇതിന് കണ്ടമാനം ചുറ്റുപാടില് വേരുകളും അധികം ഇല്ല. പ്ലാവ് കണ്ടമാനം വളരെയല്ല. അതുകൊണ്ട് ഡ്രമ്മിനകത്ത് നടാൻ വിയറ്റ്നാം എയർലി മാത്രമാണ് നല്ലത്. ബാക്കിയുള്ളതൊക്കെ വേരുകളൊക്കെ വളർന്നേ വലുതാകും. അപ്പം ഡ്രമ്മിനകത്ത് വെക്കാൻ അത് കൊള്ളത്തില്ല. വേറെ ഒരു വെറൈറ്റി ഇപ്പൊ അതിന് സമമായിട്ട് കണ്ടിട്ടില്ല. ഇതിന് ഈ ഇടയ്ക്കൂടെ നമ്മൾ ഒരു കുഴി അല്ലെങ്കിൽ കുത്തി വിട്ടേക്കുന്നത് ഈ പറമ്പ് മുഴുവൻ കുഴി കുത്തിയിട്ടുണ്ട്. കാരണം നീർക്കുഴികൾ കുത്തി കഴിയുമ്പോൾ 4 കുഴലുകൾ പരസ്പരം കണക്റ്റഡ് ആണെങ്കിൽ
ഒരു കുഴലിൽ വെള്ളം ഒഴിച്ചാൽ 4ലും വാട്ടർ ലെവൽ തുല്യമാകുന്ന ഒരു തീയറി പഠിച്ചിട്ടില്ലേ? ഉണ്ട്. ഈ തീയറി അനുസരിച്ച് ഇവിടെ കുഴി കുത്തി ഈ വെള്ളം താഴ്ന്നു കഴിയുമ്പം താഴ്ന്ന സ്ഥലത്തെ ജലവിധാനം ഉയർന്നവിടെ നിൽക്കും. അപ്പൊ കിണറ്റിലെ വെള്ളം പറ്റിയല്ല. അപ്പൊ ഞാൻ പറമ്പിന്റെ ഏറ്റവും ഉയർന്ന സ്ഥലം മുതലാണ് കുഴി കുത്തിയത്. അപ്പൊ കിണർ നമ്മുടെ താഴ്ഭാഗത്താ. താഴ്ഭാഗത്താ. പിന്നെ എന്റെ മുറ്റത്തെ കിണറ്റിലും വെള്ളം പറ്റിയല്ല. അപ്പൊ അത് മുകളിൽ കുത്തി കഴിഞ്ഞപ്പോഴാണ് ഇത് മനസ്സിലാക്കിയത്. അപ്പൊ ഞാൻ ഇവിടെ എല്ലാം കുഴി അങ്ങ് കുത്തി, പറമ്പ് മുഴുവൻ കുഴി. അപ്പൊ വെള്ളം പറമ്പിന് പുറത്ത് പോവുകയില്ല. നമ്മുടെ കിണറ്റിൽ ഇഷ്ടംപോലെ വെള്ളം കിട്ടുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഏത് കൃഷിക്കാണെങ്കിലും നനയ്ക്കുമ്പോഴേ നമുക്ക് വിളവ് കൂടുതൽ കിട്ടിയല്ലേ? കിട്ടും. അതാ നമ്മൾ നനയ്ക്കുന്നതോടുള്ള വേറൊരു ഗുണം. പ്ലാവിനുണ്ടാകുന്ന പ്രത്യേക കേടുകളോ കാര്യങ്ങളോ അതെന്താ നമുക്ക് സാധാരണഗതി അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ഈ പ്ലാവിൽ എന്തിനെങ്കിലും ഒരു കേടുണ്ടോ നിങ്ങൾ നോക്ക്. ഇല്ല. ഉണ്ടോ? ഇതിന്റെ കേടിന്റെ കാരണം നമ്മൾ ഇതിനെ രാസവളം ഇട്ട് അതിന്റെ പോഷകങ്ങൾക്ക് കടുപ്പമില്ലാതെ ആക്കുന്നതുകൊണ്ടാണ്. അല്ല നമ്മൾ ഇതിനെ ബോഡാമിസം തളിക്കുക അങ്ങനെ കാര്യങ്ങൾ ഒന്നും ചെയ്യാറില്ല. സാധനം പഴയ കാലത്ത് പ്ലാവിന് വല്ലൊരു ബോഡാമിസം തളിക്കുന്നുണ്ടോ? ഞാൻ എങ്ങനെയാ വളർത്തുന്നത്? അതുകൊണ്ട് ഒരു മരുന്ന് പഠിക്കേണ്ട കാര്യം. ചക്കയ്ക്ക് വരെ പുഴുക്കുത്തുണ്ടാവോ കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. ഒന്നും ഉണ്ടാകില്ല. കാരണം ഇതിന്റെ കോശങ്ങൾക്ക് നാച്ചുറൽ ആയിട്ട് വളരുമ്പോൾ അതിൻ്റെതായ ഒരു കടുപ്പമുണ്ട്. ബോയിലർ കോഴിക്ക് ഹോർമോൺ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വളരും. അതിന്റെ എല്ലുകൾക്ക് മാംസത്തിന് വല്ലതും ബലമുണ്ടോ? ഇല്ല. കോശങ്ങൾ സോഫ്റ്റ് ആയില്ലേ? അതുപോലെ സോഫ്റ്റ് ആകുന്നത് കൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ അങ്ങനെ കൃത്രിമമായിട്ടൊന്നും കൊടുത്ത് സോഫ്റ്റ് ആക്കരുത്. അഥവാ ഒരു കമ്പുണങ്ങി കൂട്ടിക്കോ, അതങ്ങ് പോയിട്ട് രണ്ടാമത് തളുത്ത് ശക്തിയായിട്ട് കയറി. നമുക്ക് അല്ലാതെ ഈ ചക്ക ഇതിന്റെ പൊഴിഞ്ഞു പോകും അങ്ങനെ ഒരു കംപ്ലൈന്റും വരത്തില്ല. പൊഴിയാനും കൂടുതൽ കാരണം ഞാൻ ഈ പറഞ്ഞതാണ്. രാസവളം പ്രയോഗമാണ് പ്രധാന പ്രശ്നം. രാസവളം, ചാണകം പുളിപ്പിച്ചൊഴിക്കല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. വനത്തിൽ നിന്ന് എരുമേലി വനത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കോഴിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. ആ കരട്ടെ തൊട്ട് നിൽക്കുന്നത് ഈ 3 പ്ലാവുകൾ. വരിക്കയെ കഴിഞ്ഞൊക്കെ നല്ലതാ, ധാരാളം കായ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് കോഴിയും തീരെ മോശക്കാരനല്ല. എന്നാന്നറിയോ? നാരുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറ് ശുദ്ധമാകും. ഉദരം ശുദ്ധമെങ്കിൽ ഉടല് ശുദ്ധമെന്ന. നമ്മൾ കമ്പി ബ്രഷ് ഇട്ട് കുപ്പി കഴുകുന്നില്ലേ? എന്ന് പറഞ്ഞ പോലെ നാരുള്ള ചക്ക നമ്മൾ ഭക്ഷിച്ചാല് നമ്മൾ വയറ് ഏറ്റവും ശുദ്ധമാകും. ഉദരം ശുദ്ധമെങ്കിൽ ഉടല് ശുദ്ധമാകും. ചേട്ടാ, നമ്മളിപ്പോ ഒത്തിരി പേര് ഈ വിയറ്റ്നാമേറിൽ പ്ലാവ് വെക്കുന്നുണ്ട്. അപ്പം വെക്കുന്നവർക്കൊക്കെ ഒത്തിരി അവര് പറയുന്നത് മണ്ട ഇത് കാറ്റ് വന്ന് ഒടിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ ചക്കയ്ക്കകത്ത് കറ്റിക്കേട് വരുന്നു, പുഴുക്കേട് വരുന്നു, വലുതാകുന്ന മുമ്പ് തന്നെ ചീഞ്ഞ് താഴ്ത്തു പോകുന്നു എന്ന് പരാതി പറയാറുണ്ട്. അതിനെന്നാ നമുക്കൊരു മാർഗം? അത് ചാണകമൊക്കെ പുളിപ്പിച്ചൊഴിക്കുമ്പോൾ ഇതിന്റെ കോശങ്ങൾ സോഫ്റ്റ് ആകും. തടിയുടെയോ? പ്ലാവിന്റെ മൊത്തം ഇല ഉൾപ്പെടെ തടി ഉൾപ്പെടെ സോഫ്റ്റ് ആകും. അപ്പം ബോയിലർ കോഴി എല്ലിന് കടുപ്പമില്ല. നാടൻ കോഴിക്ക് എല്ലിന് നല്ല കടുപ്പമല്ലേ? അതെ. അത് എന്ന് പറഞ്ഞതുപോലെയുള്ള വ്യത്യാസമാണ് രാസവളം ഇട്ട് കൊടുക്കുമ്പോൾ. നൈട്രജൻ കൂടുതലുള്ള വളങ്ങൾ എന്ത് ചേർന്നാലും ഇതിന്റെ കോശങ്ങൾ സോഫ്റ്റ് ആകും, മയമാകും. അപ്പൊ ഏറെ ഒടിയാനും ഇരിയാനും രോഗങ്ങൾ ബാധിക്കാനും സോഫ്റ്റ് ആകുമ്പോൾ ബാക്ടീരിയ അതിന്റെ വാദനഭാഗം കൊണ്ട് ഇതിൽ ആക്രമിക്കാൻ എളുപ്പമാകുന്നു. അതാണ് സംഭവിക്കുന്നത്. ആ സ്ഥാനത്ത് നാടൻ പ്ലാവിന് നമ്മൾ വളമൊന്നും ചെയ്യുന്നില്ലല്ലോ, ഒന്നുമില്ല. നാച്ചുറൽ ആയിട്ട് വളരുകയല്ലേ? അതിൻ്റെതായ ഒരു കരുത്തുണ്ട്. അതായത് നമ്മൾ കൂടുതലായിട്ട് ഈ വളപ്രയോഗങ്ങൾ രാസപ്രയോഗങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഈ മരത്തിന് കൂടുതലായിട്ട് കേട് വരുന്നതാണ് പറയുന്നത്. ചാണകം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണ്. അത് ഇടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. വലിച്ചെടുക്കുള്ളതേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്ന നമുക്കൊരു 4 കൊല്ലമായ ഒരു വിയറ്റ്നാമേറിൽ പ്ലാവ്, ആ പ്ലാവേന്ന് നമുക്ക് എന്തുമാത്രം ചക്ക നമുക്ക് അതിന്റെ കിട്ടുമെന്ന് ചേട്ടൻ ഒരു കണക്ക് അങ്ങനെ വല്ലതും? ഒരു 15 മുതൽ 50 ചക്ക വരെ കിട്ടാം. ഒരു വർഷം കിട്ടും. ഏകദേശം എന്നാ തൂക്കം നമുക്കൊരു 4 കൊല്ലം കൊണ്ട് 10 കിലോ വരെ വലുത് പ്രതീക്ഷിച്ചാൽ മതി ഒരു ആവറേജ് വരുമ്പോൾ. ബാക്കി അതിന്റെ താഴോട്ട് ചെറുതും ഒക്കെ വരും. അതുപോലെ തന്നെ ഇപ്പൊ ഒത്തിരി പേര് ഈ ചക്ക കൂടുതലായിട്ടും ഈ ഇടിഞ്ചക്കയായിട്ട് പോകുന്നുണ്ടല്ലോ. ചേട്ടന്റെ അഭിപ്രായത്തിൽ നമുക്കൊരു ഇടിഞ്ചക്കയായിട്ട് ഇതിനെ വളർത്തുന്നതാണോ അതെയോ പഠിപ്പിച്ചൊക്കെയായിട്ട് മരത്തെ നിർത്തി വളർത്തുന്നതാണോ നമുക്ക് ലാഭകരമായിട്ട്? പഠിപ്പിച്ചതിന് നല്ല ഡിമാൻഡ് ഉണ്ട്. കാരണം ഒരു ചക്ക കിട്ടണോ ഇടിച്ചക്ക കിട്ടിയാൽ കൊണ്ടുപോയി ഉപയോഗിക്കാനോ എല്ലാവർക്കും അറിയത്തില്ല. ഇടിച്ചക്കയായിട്ട് കുറച്ച് പറിക്കുകയാണെങ്കിൽ എന്താ വെച്ചാൽ ഇതിന് കരിക്ക് കുത്തുകയാണെങ്കിൽ തെങ്ങിന് തേങ്ങാ കൂടുതൽ കിട്ടിയല്ലേ എന്ന് പറഞ്ഞാൽ ഇടിച്ചക്ക പറിക്കുമ്പോൾ ഈ പുറകെ ഇഷ്ടം പോലെ ചക്ക കായ്ക്കും. അതാ അതിന്റെ വേറൊരു നേട്ടം. ഒരു സെറ്റ് പറിച്ചു കഴിയുമ്പോഴത്തേന് അടുത്ത സെറ്റ് കായ്ക്കും. അതുകൊണ്ടാണ് എല്ലാവരും ഇടിച്ചക്ക പറിക്കുന്നത്. ഈ പ്ലാവിന്റെ ലൈഫ് നമുക്കൊന്ന് പറയാം, ഏകദേശം എത്ര കാലം വരെ അങ്ങനെ ഒരു കണക്ക് വല്ലതും ഉണ്ടോ ചേട്ടൻ? രാസവളം ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഒരു 10-15 വർഷം ഒരു കുഴപ്പമില്ലാതെ പൊക്കോളും. വിയറ്റ്നാം അല്ലാത്ത പ്ലാവ് എന്ന് പറയുന്നത് 100 വർഷമൊന്നും അല്ല, അതിലൊക്കെ കൂടുതൽ നിൽക്കും. അതുകൊണ്ട് ഇതൊക്കെ ചക്ക പറിച്ച ഞെട്ടുകൾ കണ്ടോ നിൽക്കുന്നേ? ആ കാര്യത്തില് ഇതൊക്കെ ചക്ക പറിച്ചതാ. ഇതിപ്പോ 2ാമത്തെ സെറ്റ് കായ്ക്കുന്നതാണ്. ഇടിച്ചക്ക പരുവത്തിൽ വെട്ടുകയാണെങ്കിൽ അധികം താമസിക്കാതെ ചക്ക കായ്ക്കും. മൂക്കാൻ നിൽക്കുമ്പോൾ അധികം കായ്ക്കാൻ താമസിക്കും. കായുടെ എണ്ണവും കുറയും. അതാണ് എല്ലാരും ഇടിച്ചൊക്കെ പറിക്കുന്നതിന്റെ ഉദ്ദേശം. ഇതുപോലെ നമ്മൾ കായ്ച്ചു നിൽക്കുന്ന പ്ലാവിന് നമുക്ക് അടുത്ത കൊല്ലത്തേക്ക് നമുക്ക് കൂടുതലായിട്ട് വളം ചാണകം കൂടുതലായിട്ട് മാത്രം കയറ്റി കൊടുത്താൽ മാത്രം? പുല്ലും ചാണകം. പുല്ല് ഭയങ്കര വളവാ.
പച്ചപ്പുല്ല് തിന്നുന്ന പശുവിന്റെ പാല് സമ്പൂർണ്ണാഹാരം എന്ന് പഠിച്ചിട്ടില്ലേ? ആ. അപ്പൊ ഇതിന് വേണ്ട എല്ലാ വളവും വരുമ്പോൾ ആ. ഒരു യാതൊരു രോഗവും ഉണ്ടാകില്ല, രോഗത്തെ പ്രതിരോധിക്കാനുള്ള കഴിവുകൂടെ കിട്ടുന്നു. സീസണിൽ ഇച്ചിരി വില കുറയുമ്പോൾ ഞാൻ അത് പ്രോസസ്സ് ചെയ്യും. അത് ചക്ക ഉണങ്ങുന്ന ഗട്ടറുമാണ് ആ കാണുന്നത്, വൈക്കോസ് ആണ്. ഡ്രയറിൽ ഉണക്കി കഴിഞ്ഞാൽ പച്ചച്ചക്ക ഉണക്കിയതിന് കിലോയ്ക്ക് 1250 രൂപയും പഴം ഉണക്കിയതിന് 2500 രൂപയുമാണ്. അത് തേൻവരിക്കയാണ്. ഈന്തപ്പഴം പോലെ സോഫ്റ്റ് ആണ് തേനുള്ളത് കൊണ്ട്. കഴിക്കാൻ നല്ല സുഖമാണ്, അതിന് നല്ല ഡിമാൻഡാണ്. എന്തുമാത്രം ഉണ്ടെങ്കിലും പഴം ഉണക്കിയത് നമുക്ക് തികയില്ല. അതായത് പഴവും പച്ചയൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്ത് നമ്മൾ വെട്ടി നീളത്തിൽ കീന്തും പച്ചച്ചക്ക, പഴം ചെറുതായിട്ട് കുറുകെ അരിയും. എന്നിട്ട് എനിക്ക് ഉണക്കാനുള്ള ഡ്രയർ ഇതിനകത്തുണ്ട്. മുൻ കൃഷിമന്ത്രി സുനിൽകുമാർ സാറ് അദ്ദേഹത്തിന് ഞാൻ ചക്കപ്പഴം ഉണക്കി ഇവിടെ വന്നപ്പോൾ കൊടുത്തപ്പം അങ്ങേര് അന്ന് തന്നെ എനിക്കൊരു ഡ്രയർ ഓഫർ ചെയ്തു. ആ ഡ്രയറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ അതെങ്ങനെ ഈ ചക്കപ്പഴം ഉണക്കി പുറത്തോട്ട് കയറ്റുമതി ചെയ്യോ അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ? കയറ്റുമതി ഇവിടെ കൊടുത്താൽ മതി, തികയത്തില്ല. ഇവിടെ തന്നെ നമ്മൾ കൊടുക്കും, തികയത്തില്ല. തേൻവരിക്കകൾ ടേസ്റ്റ് ഉള്ള വെറൈറ്റികൾ മാത്രം നമ്മൾ ചെയ്യുന്നത്. ഈ പച്ചച്ചക്ക ഉണക്കച്ചക്ക എല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ ഡ്രയറിന്റെ അതിട്ട് ഉണക്കി. അതെ അതെ. അപ്പൊ എത്ര നാൾ വരെ ഇരിക്കും? എയർടൈറ്റ് ആയിട്ട് വെച്ചാൽ കുറെ നാളിരിക്കും. ഒരു കൊല്ലമൊക്കെ ഇരിക്കും. എയർടൈറ്റ് ആയിട്ട് വെക്കണം അടച്ചേ, അപ്പൊ കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ചേട്ടനെ അന്വേഷിച്ച് പുറത്തുനിന്നൊക്കെ ആൾക്കാരുടെ വരവും നമുക്ക് ഇവിടെ തൈ വിറ്റ് പോകുന്നൊക്കെ എങ്ങനെയുണ്ട്? ഇങ്ങനെ പറഞ്ഞ് ബുക്ക് ചെയ്താലേ ചിലപ്പം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള തൈകൾ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം എല്ലാ ദിവസവും തന്നെ ആൾക്കാർ വന്ന് വാങ്ങിച്ചു പോകുമ്പോഴേ തൈ തീർന്നു. ഇപ്പൊ നാളെ കഴിഞ്ഞായിട്ട് ഒരു 1000 തൈ കൊല്ലംകാരെടുക്കാൻ പറഞ്ഞാൽ അത് മാറ്റി വെച്ചിരിക്കാം. ശരി, ഇതാണ് നമ്മുടെ നഴ്സറി അല്ലേടാ? അതെ അതെ. ഇവിടെ നമുക്കിപ്പോ എത്ര ഇനം തൈകൾ വരെ വരുന്നുണ്ട് ഇപ്പൊ കൊടുക്കാനുള്ളതുണ്ട്? ഇപ്പൊ ഞാൻ എനിക്കുള്ള എല്ലാ വെറൈറ്റി ഉണ്ടാക്കിയാൽ ആർക്കും നടാൻ സ്ഥലം കാണിയല്ല. ഞാനിപ്പോ 5.25 ഏക്കർ സ്ഥലത്ത് ഫുള്ളിൽ ഇങ്ങനെ പ്ലാവ് നട്ടുപോയി. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും രുചി കൂടിയ ചക്കകൾ, വ്യവസായത്തിന് കൊള്ളാവുന്നത്, മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കി കഴിയുമ്പോൾ ചൂടപ്പം പോലെ വിറ്റ് തീരുന്ന വെറൈറ്റികൾ, അങ്ങനത്തെ വെറൈറ്റികളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ നാടൻ തേൻവരിക്കകളാ. ഇതൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ്, വേവിക്കാനും നല്ലതാണ്, പഴിപ്പിക്കാനും നല്ലതാണ്, വറക്കാനും നല്ലതാണ്. ഇപ്പൊ പ്ലാവ് കായ്ക്കാൻ ഒരു 4-5 കൊല്ലം എടുക്കും. നാടനായതുകൊണ്ട് വടി ചെയ്താണെങ്കിൽ 4-5 കൊല്ലം എടുക്കും. വടി ചെയ്താണെങ്കിൽ അത്ര എടുക്കും. പിന്നെ ഇതിനിടയ്ക്ക് ചുരുക്കം ചിലത് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കായ്ക്കുന്ന ഇനങ്ങളും ഉണ്ട് ഇതിനകത്ത്. ഇവിടെ 49 ഒരു വെറൈറ്റി ഉണ്ട്. ഇത് അത് 5 മാസം ചക്ക കിട്ടുന്ന ഒക്ടോബർ ചക്ക കിട്ടും. ഇത് 49 നല്ല മധുരമുള്ള. ആ പ്ലാവിന്റെ ചോട്ടിൽ ആൾക്കാർ ക്യൂവാ മാതൃവൃക്ഷത്തിന്റെ. അപ്പൊ മണ്ണിൽ വെള്ളം ഉണ്ടെങ്കിൽ ഇതിന് പെട്ടെന്ന് 4 കൊല്ലമാകുമ്പോൾ കായ്ക്കാനുള്ള ഒരു കഴിവും കാണിക്കുന്നുണ്ട്. മനസ്സിലായോ? അങ്ങനെ ഈ നാടൻ വെറൈറ്റികളിലും ചിലതിന് നേരത്തെ കായ്ക്കാനുള്ള ഒരു കഴിവ് ഇങ്ങനെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് കണ്ടോ, സിദ്ധു എന്ന് പറഞ്ഞ വെറൈറ്റി. അത് അങ്ങനെ ഞങ്ങൾ കുറ്റിയ ബോർഡ് വെക്കും. അറിയാൻ വേണ്ടി. അത് കർണാടക സർക്കാർ 7.5 ലക്ഷം രൂപ കൊടുത്ത് നിർത്തിയിരിക്കുന്ന ഒരു വെറൈറ്റിയാണ്. നമുക്ക് ഈ പന്തിയിൽ കൂടി അങ്ങ് പോകാം. ഇതിലേക്ക് പോരാ. ഇതും ചുവട് പൊങ്ങി നിൽക്കുന്നതാണ്. ഇതൊരു കൂഴപ്പിലാവാണ്. ടേസ്റ്റിൽ അതിവിശിഷ്ടമാണ്. ഞാൻ ഇതിന്റെ ചക്ക പറിക്കാൻ വേണ്ടി ചെല്ലുമ്പം അവരുടെ കെട്ടിടത്തിന്റെ പൊക്കത്തിലോട്ടെല്ലാം നിറച്ച് കായ്ച്ചു കിടക്കുക. അപ്പൊ എന്നോട് പറഞ്ഞ് പറിക്കാമെങ്കിൽ പറിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു കെട്ടിടത്തെ വീഴാതെ പറിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ പറിച്ച് കഴിയുമ്പോൾ ഒരു ദിവസം വന്ന് എനിക്കൊരു ചക്ക പിന്നെ തന്നാൽ മതി. ഞാനിങ്ങ് പോന്നു. ചക്കയുടെ ഭാരം കൊണ്ട് അത് പെടന്ന് ചോക്കട്ടെ പറഞ്ഞ് പ്ലാവ് പോയി. അപ്പൊ അവരുടെ വണ്ടിയൊക്കെ പുറത്തിറക്കത്തില്ലാത്ത കൊണ്ട് അവര് വെട്ടി മാറ്റി എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പ്ലാവ് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ എന്നെ ആകെപ്പാടെ പിന്നെ 4 തൈ ഉണ്ടായിരുന്നു. ആ തൈ ഞാൻ എടുത്തു നട്ടത്. ഇന്ന് ഈ സാധനം ഭൂമുഖത്ത് വേറെ ആരുടെയും കയ്യിലില്ല. നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ വെറൈറ്റിയും സംരക്ഷിക്കുക, ഒരു ജീൻ ബാങ്ക് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഒരിടത്തും ചെന്നാൽ കിട്ടിയാലാത്തതെല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ട്. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. ഇത് കണ്ടോ, ഇത്രയും പൊങ്ങി നിൽക്കണം ചുവട്. അപ്പൊ എന്നാന്ന് വെച്ചാൽ മഴ പെയ്താൽ വെള്ളം ചുവട്ടി നിൽക്കത്തില്ല. അല്ലെങ്കിൽ വെള്ളം ചുവട്ടി നിന്നാൽ വേര് ചീഞ്ഞിട്ട് പ്ലാവ് മറിഞ്ഞു പോകും. 1000 പ്ലാവ് വരെ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അപ്പൊ ഒരു കുഴി കുത്തി അങ്ങ് കുഴിയിലോട്ട് വീഴും. അങ്ങനെ വെക്കാൻ പാടില്ല. ഭൂമി നിരപ്പിൽ തന്നെ നമ്മൾ വെക്കണം. കുഴി കുത്തി കുഴി മൂടിക്കോ, മൂടി നിരപ്പാക്കിയിട്ട് ഒരു ഇത്രയും കൂടെ പൊക്കണം. എന്നിട്ട് അതിന്റെ മുകളിൽ മുള വടക്കോട്ട് തിരിച്ചു വെച്ചിട്ട് കൂട് കീറി അങ്ങ് കളയണം. എന്നുവെച്ചാൽ അതിനെ മുട്ടിച്ചുണങ്ങിയ ചാണകപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഈ മുകളിലിടുന്ന എല്ലാ വളവും മഴ പെയ്യുമ്പോ താഴോട്ട് അബ്സോർവ് ചെയ്തിറങ്ങും. അടിയിലിട്ടിട്ട് അവിടുന്ന് താഴോട്ട് പോകണോ, ഈ ചെടിക്ക് ആദ്യം കിട്ടണോ? ആദ്യം കിട്ടണം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പൊ ഈ പ്ലാവിനെ സംബന്ധിച്ചിടത്തോളം ഇനി മുകളിൽ പുല്ലിട്ട് കൊടുത്ത് ചാണകം ഇട്ട് കൊടുത്ത് ഇതുപോലെ ചാണകവെള്ളമൊക്കെ കലക്കി ഒഴിക്കുന്ന
എങ്ങനെ ചെയ്താൽ മാത്രം മതി ആ. അടുത്ത കൊല്ലത്തേക്ക് ഈ പ്ലാവിൽ നിന്ന് ചക്ക പറിക്കാം. ഇത് എത്ര നാളായി പ്ലാവായത്? ഇതിപ്പോ 3 വർഷമായി. ഇത് ആഞ്ഞിലിയും പ്ലാവും ഒരുമിച്ച് നട്ടാൽ ആദ്യം വളരുന്നത് പ്ലാവാണോ ആഞ്ഞിലിയാണോ അറിയത്തില്ല. പ്ലാവ് പെട്ടെന്ന് വളരും, ആ. ആഞ്ഞിലി പയ്യെ വളരുള്ളൂ. പക്ഷെ ഒരു 3-4 വർഷം കഴിയുമ്പോഴത്തേനും ആഞ്ഞിലി മിന്നെ കയറിപ്പോ. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം പയ്യെ നിന്നിട്ട് പിന്നെ ഇവൻ സ്പീഡിൽ വളരും. ചേട്ടാ ഈ പ്ലാവിനെ കുറിച്ച് ഒരു പ്രത്യേകം പറഞ്ഞല്ലോ, അതൊന്ന് പറഞ്ഞത്. ഏറ്റവും രുചി കൂടിയ ചക്കയാണ്. ഞാൻ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് കൊടുത്ത് വിടാൻ സാധിച്ചു. അദ്ദേഹം അത് കഴിച്ചിട്ട് നല്ലതാണെന്ന് അഭിപ്രായം പറഞ്ഞു. എന്നിട്ട് ഞാൻ ഈ കൊടുത്തു വിട്ടവരോട് പറഞ്ഞു എനിക്കൊരു ആശീർവാദം മാർപ്പാപ്പയുടെ കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു പറഞ്ഞു. അപ്പൊ ഈ കുറിച്ചിത്താനത്തുനിന്ന് ഒരു നമ്പൂരി മാർപ്പാപ്പായെ കാണാൻ പോയിരുന്നു, വിശുദ്ധനാട് കണ്ട കൂടെ. അപ്പോൾ മാർപ്പാപ്പായെ കണ്ടു കഴിഞ്ഞപ്പം മാർപ്പാപ്പായുടെ പടം സഹിതം ഒരു കുരിശിനകത്ത് കൊന്ത അങ്ങേർക്ക് കിട്ടി. അങ്ങേരത് എനിക്ക് കൊണ്ടും തന്നു. നോക്കണം തമ്പുരാൻ ഇടപെടുന്ന കാര്യങ്ങള്. അത് അങ്ങേര് ഇവിടെ വന്ന് തൈ മേടിക്കാൻ വന്നപ്പം ഇത് ഇവിടെ ഇരുന്നോട്ടെന്ന് പറഞ്ഞ് എനിക്ക് തന്നിട്ടുണ്ട്. മാർപ്പാപ്പായുടെ പടം സഹിതം ഒരു കുരിശ് പ്ലാസ്റ്റിക് കൊണ്ടുള്ളത്, അതിനകത്ത് കൊന്തയുള്ളതുകൊണ്ട് അത് എന്റെ അലമാരി വെച്ചിട്ടുണ്ട്. ഇതിന്റെ പ്ലാവിന്റെ തൈ നമ്മൾ അങ്ങോട്ട് കൊടുത്തു വിട്ടിട്ടുണ്ടോ? തൈ കൊടുത്തുവിട്ടില്ല. ചക്കയാണ് നമ്മൾ കൊടുത്തുവിട്ടേക്കുന്നത്. അത് കഴിച്ച് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. ഇത് കൂടാതെ വേറൊരു വെറൈറ്റി കൂടെ കൊടുത്തുവിട്ടു. അത് 9 നമ്പറുള്ള ഒരു വെറൈറ്റിയാണ്. കുറച്ച് ചക്ക കഴിക്കും, തേമരിക്ക. അതിന്റെ 2 ചക്ക, ഇതിന്റെ 1 കൂടിയാ. എന്നോട് ആവശ്യപ്പെട്ട ആള് പറഞ്ഞത് ഇത് അവിടെ ചെല്ലുമ്പോ പഴുക്കണം, റോമിൽ ചെല്ലുമ്പോ പഴുക്കണം, ഇവിടുന്ന് പച്ചയായിട്ട് തരണം. അങ്ങനെയാ കൊടുത്തുവിട്ടത്. 975 മുളച്ച ആനിയ, 50 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഒരു ആനി വളരാൻ അതിന് മാത്രം പ്രായമൊന്നും വേണ്ട. ഇത് 60 അടി പൊക്കമുണ്ട്, ഒറ്റ ഷേപ്പാണ്. 2 കൊല്ലം മുന്നം ഈ കയ്യാലെ കയറിയിട്ട് കൈ എത്തുന്ന പൊക്കത്തിൽ പിടിച്ചപ്പോൾ 135 ഇഞ്ച് വണ്ണമുണ്ട്. വള്ളം പണിയാൻ ഏറ്റവും ബെസ്റ്റാണ്. വള്ളം പണിയാൻ വേണ്ടി ആൾക്കാർ വന്ന് ചോദിച്ചിട്ടുണ്ട്. 15 ലക്ഷം രൂപ പറഞ്ഞിട്ട് ഞാൻ കൊടുക്കാൻ ഇപ്പൊ തയ്യാറല്ല. ഇനി നോക്കാം, ആൾക്കാർ വരാനിരിക്കുകയാണ്. എനിക്കിപ്പോ കൊടുക്കണമെന്ന് താല്പര്യമൊന്നും ഇല്ല. അപ്പൊ അവരങ്ങനെ ചോദിച്ചപ്പം പിന്നെ അതിനെപ്പറ്റി ആലോചിക്കാവുന്നുള്ള രീതിയെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിന്റെ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വേരുകള്, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ധർമ്മം. വേരുകൾ കൃത്യമായിട്ട് കാണിക്കാവുന്ന എവിടെ ഒരു അന്യലുണ്ട്, അത് നമുക്ക് കാണിക്കാം. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രകൃതിക്ഷോഭത്തെ തടഞ്ഞു നിർത്താൻ ശക്തിയേറിയ കാറ്റ് വരുമ്പോൾ ഈ വേരുകളാണ് ഇതിനെ അവിടെ നിർത്താൻ സഹായിക്കുന്നത്. അപ്പം ഈ ഉരുളുപൊട്ടലുണ്ടാകുകയല്ലേ, മേഘവിസ്ഫോടനം, അതിനെയൊക്കെ തടഞ്ഞു നിർത്തുന്ന സഹായിക്കുന്നത് ആഞ്ഞിലിയും പ്ലാവുമാണ്. ഇതിന്റെ വേരുകൾ ഇങ്ങനെ നീണ്ടു പോകുന്നുള്ളതുകൊണ്ട് ഈ മണ്ണിനെ എല്ലാം ഉറപ്പിച്ച് അവിടെ നിർത്തുക. മണ്ണിന്റെ ഉപരിതലത്തിൽ അപ്പം എത്ര കാറ്റ് പിടിച്ചാലും പോകാതെ ചുറ്റും വേരുകളാണ്. അത് ആഞ്ഞിലിക്കും പ്ലാവിനുള്ള ഒരു കഴിവാണ്. അത് മാത്രമല്ല തണലും തണുപ്പും നൽകും ആഞ്ഞിലിയും പ്ലാവും, റബ്ബർ പോലെയല്ല. ഉരുളുപൊട്ടലിന് സഹായിക്കുന്ന കാറ്റില്ലേ, അത്രയും ശക്തിയേറിയ കാറ്റിനെ പിടിച്ചു നിർത്താൻ സഹായിക്കും ഈ വേരുപടം. ഇതുപോലെ തന്നെയാണ് പ്ലാവിനും. ഇതുണ്ടോ വേര് കായ്ക്കാറാകുമ്പോഴത്തേനും വേര് വരും. അടുത്ത പോലെ ഈ പ്ലാവ് ചക്ക കായ്ക്കുന്നുള്ള ഒരു തെളിവാണിത്, വേര് പൊങ്ങി വന്നാൽ. അപ്പൊ തൂക്കം കൂടി ഫ്രൂട്ട് മുകളിൽ കിടക്കുമ്പോൾ ഇത് ഒടിയാതിരിക്കാൻ വേണ്ടി പ്രകൃതി ചെയ്യുന്ന സെറ്റപ്പാണ്. ഇതൊരു 40 വയസ്സേ ഉള്ളൂ. ഇത് വട്ടത്തിൽ നിന്ന് എവിടെയൊക്കെ ഇതുപോലെ വേര് നിൽക്കുകയാണ്. നമ്മൾ ഈ ഒരു വശത്തെ തെളിഞ്ഞു കണ്ടത് മാത്രമേ നമ്മൾ അതിനകത്ത് എടുത്തുള്ളൂ. ഇത് ഞാൻ അതീവ സന്തോഷവാനാണ്. ഇപ്പം നിങ്ങൾ ഇവിടെ നിൽക്കക്കണ്ട് തന്നെ തൈ കൊണ്ടുപോയ ആൾ കണ്ടില്ലേ, അത്രയും രൂപയുടെ തൈ മേടിച്ചുകൊണ്ട് പോയി. എല്ലാ ദിവസവും ഇവിടുന്ന് തൈ കയറി പോകുന്നുണ്ട്. എല്ലാ ദിവസവും വെറൈറ്റികൾ, ഇത്രയും വെറൈറ്റി തൈ ആരുടെയും കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയും തൈ അന്വേഷിച്ച് ഇവിടെ ആൾക്കാർ വരുന്നത്. ചക്കയ്ക്ക് ഇപ്പം പച്ചയ്ക്ക് കൊടുത്താൽ ഇത് കിലോയ്ക്ക് ഒരു 50 രൂപ 60 രൂപ വില കിട്ടും. ഇതിനു പുറമെ ഇത്തരം നാടൻ വെറൈറ്റികൾ നട്ടാൽ 10, 100, 150 വർഷത്തേന് ചക്ക കിട്ടും. അതിന് രുചി കൂടുതലുണ്ട്, ചക്കയ്ക്ക് വലിപ്പം കൂടുതലുണ്ട്, പ്ലാവിൻ്റെ തടി കൊണ്ട് ഉപകാരം കിട്ടും. പ്ലാവ് വളരുന്നതനുസരിച്ച് കാറ്റും വെളിച്ചവും കിട്ടുന്നതനുസരിച്ച് ചക്കയ്ക്ക് വലിപ്പം കൂടുതലും കിട്ടും, ചക്ക എണ്ണം കൂടുതൽ കായ്ക്കും. അതുകൊണ്ട് പ്ലാവ് നട്ടതിൽ ഞാൻ അതീവ സന്തോഷവാനാണ്. ഇത് മുൻ കൃഷിമന്ത്രി സുനിൽകുമാർ സാറ് തൃശ്ശൂർ തേക്കങ്കാട് മൈതാനിയിൽ വെച്ച് ചക്ക മഹോത്സവത്തോടനുബന്ധിച്ച് എനിക്ക് തന്നൊരു മെമൻറ്റോയാണ്. ഇത് 2018 140 മോസ്റ്റ് വെറൈറ്റീസിൻ്റെ ഏഷ്യൻ റെക്കോർഡ് എനിക്ക് കിട്ടിയതാണ്. ഇത് 2022 293 മോസ്റ്റ് വെറൈറ്റീസിൻ്റെ വേൾഡ് റെക്കോർഡും ലോകത്തിലെ ഏറ്റവും നല്ല പ്ലാവ് കർഷകനുള്ള അവാർഡും
ട്രോഫിയും കൂടെ കൂടി 2022 കിട്ടിയതാണ്. എനിക്ക് ഇപ്പം 80 വയസ്സ് കഴിഞ്ഞ ആളാണ്. ഞാൻ SLC വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഒരു മനസ്സിലൊരു ഗോൾ സെറ്റ് ചെയ്ത് ലോകത്തിലെ മോസ്റ്റ് വെറൈറ്റീസിൻ്റെ ഒരു ജീൻ ബാങ്ക് ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ച് ഞാൻ അതനുസരിച്ച് ചെയ്തു. നേരിട്ട് ചെന്ന് എടുത്തുകൊണ്ടെന്ന് ഉൽപ്പാദിപ്പിച്ച് വിൽക്കാനുള്ള ഒരു ലൈസൻസും എനിക്ക് കിട്ടി. അതിനകത്ത് അതിയായ സന്തോഷമുണ്ട്. കൃഷി ഡിപ്പാർട്ട്മെൻറ്റൊക്കെ എന്നെ വളരെയേറെ എല്ലാ തരത്തിലും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. മുൻ കൃഷിമന്ത്രി സുനിൽകുമാർ സാർ ഈ വഴിയെ എങ്ങാനും പോയാൽ ഇവിടെ കയറി വന്നിട്ടേ പോകത്തുള്ളൂ. അത്രമാത്രം അങ്ങേർക്ക് ആ ബന്ധമുണ്ട്. ഇതിനെല്ലാം വഴിക്ക് നടത്തി പ്രാപ്തരാക്കിയത് എൻ്റെ പിതാവാണ്. എൻ്റെ പിതാവാണ് എനിക്കിതിനെല്ലാം മോഡലായിട്ട് കാണിച്ചു തന്നത്. എന്നോട് അതാത് സമയത്ത് വേണ്ട കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. മനസ്സിൽ ചക്കര മധുരിക്കേല തിന്നണം, അതുപോലെ മനസ്സിൽ രാവ് നടണമെന്ന് വിചാരിച്ചതുകൊണ്ട് കാര്യമില്ല, നടണം എങ്കിലേ ചക്ക കിട്ടുള്ളൂ. ആളേറെ പോകലും താനേറെ പോകണം, നേട്ടത്തിപ്പാതി നോട്ടം, നമ്മളിതെല്ലാം നോക്കി അന്വേഷിക്കണം എന്നൊക്കെയുള്ള തിയറി, പ്രധാനപ്പെട്ട തിയറികളെല്ലാം എൻ്റെ ചാച്ചൻ എന്നോട് പറയും. എൻ്റെ ചാച്ചൻ പറയാനുള്ള അവസാനത്തെ വാക്ക് പറഞ്ഞു തീർന്നെന്ന് ബോധ്യപ്പെടാതെ ഞാൻ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് വലത്തുകാലം പറിച്ചു വെച്ചിട്ടില്ല. ചാച്ചൻ്റെ വാക്കുകളും മാതൃകകളും പ്രവൃത്തികളുമാണ് എന്നെ ഇതുപോലെ ചെയ്യാൻ ഇടയാക്കിയത്. പിന്നെ ഞാൻ 18 വയസ്സ് കല്യാണം കഴിച്ചാണ്. ഇവിടെ അടുത്തുള്ള വീട്ടിൽ നിന്നായിരുന്നു കല്യാണം കഴിച്ചത്. 62 വയസ്സ് വരെ ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞു. 62 വയസ്സായപ്പോൾ എൻ്റെ ഭാര്യ മരിച്ചു. അതോടുകൂടി വാസ്തവത്തിൽ പലങ്കൈ നഷ്ടപ്പെട്ട പോലെ അത്രയും തളർന്ന് ടയേർഡായി. അപ്പോൾ ചക്കാമഴപ്പള്ളിയിലെ വികാരിച്ചൻ എന്നോട് പറയുന്നു, ഒരു മൈൻഡ് പവറിൻ്റെ ഒരു ക്ലാസ് കൂടണം. അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞാനൊരു മൈൻഡ് പവറിൻ്റെ ക്ലാസ് കൂടി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, 100ൽ 100 ഗോൾ സെറ്റ് ചെയ്താൽ നമ്മൾ 100ൽ 100 നേടും. മനുഷ്യൻ്റെ മനസ്സിൻ്റെ പവറെന്ന് പറഞ്ഞാൽ ചെറുതല്ല. 8 മിനിറ്റ് മുന്നേ സൂര്യനിൽ നിന്ന് പോകുന്ന പ്രകാശരശ്മിയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. സെക്കൻഡ് 3 ലക്ഷം കിലോമീറ്റർ വേഗത്തിൽ വരുന്ന പ്രകാശരശ്മി. നമുക്ക് അവിടെ ചെന്നിട്ട് വരാൻ ഇപ്പോൾ ഒരു സെക്കൻഡ് പോലും വേണ്ടി വന്നില്ല. ആകാശഗംഗ ഗാലക്സിയുടെ ഇങ്ങേയറ്റത്തുനിന്ന് അങ്ങേയറ്റത്ത് പ്രകാശം എത്തണേൽ 1000 പ്രകാശ വർഷം വേണം. നമ്മൾ അവിടെയും ചെന്നിച്ച് തിരിച്ചു വന്നു. അപ്പം മനുഷ്യൻ മനസ്സിൽ ഗോൾ സെറ്റ് ചെയ്ത് പ്രവർത്തിച്ചാൽ അതിന് ദൂരപരിധിയില്ല, ചെന്നുപെടാൻ പറ്റാത്ത മേഖലകളില്ല.